ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ഒരു കുഞ്ഞു മാവാണ്. എന്ത് മാങ്ങയെന്നറിയത്തില്ല, നല്ലപ്പം പിടിച്ചതാണ്. കണ്ടോ, താഴെ വരെ ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പിടിച്ചിട്ടുണ്ട്. അവിടെ കുറച്ച് നിൽപ്പുണ്ട്, അവിടെ ഉണ്ട്. അതിൻ്റെ ഒരു ചെറിയ കമ്പ് പുളിങ്കറിക്ക് ആവശ്യമായിട്ടുള്ള മാങ്ങ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കരിവേപ്പില ഇട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. പുളിങ്കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് തേങ്ങ, ചെറിയ ഉള്ളി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, മുളക് പൊടി വേണമെങ്കിൽ എടുക്കാം. ഞാൻ മറ്റൊരു മുളക് എടുത്തെടുക്കുന്നത്. ഇത് നല്ല വൃത്തിയായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി വെന്ത മാങ്ങയിലേക്ക് ഇത് ചേർക്കാം. മാങ്ങ വേവിക്കുമ്പോൾ നമ്മൾ മാങ്ങ വേവാനുള്ള വെള്ളം മാത്രം ആദ്യം ഒഴിക്കുക. അപ്പോൾ മാങ്ങ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. ഇനി വേണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം നമുക്ക് ചേർക്കാവുന്നതാണ്. അരപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് കായവും കുരുമുളക് പൊടിയും കൂടി ഇടാവുന്നതാണ്. ഒന്നുകൂടെ ടേസ്റ്റും കൂടും, നല്ലൊരു മണവും കിട്ടും. ഇപ്പം മാങ്ങേൻ്റെയൊക്കെ സീസണാണ്. നമുക്ക് വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ കറി ഉണ്ടാക്കി കഴിക്കാം. ഇനി അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ പുളി എല്ലാം എന്താ പൊങ്ങി വന്നൊരു സ്റ്റേജ് ഉണ്ടല്ലോ, ഈ ഒരു സ്റ്റേജിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ പുളിങ്കറിക്ക് ഇനി കടുക് ഇടാം. കണ്ടല്ലേ, അപ്പം നമ്മുടെ മാങ്ങാ പുളിങ്കറി റെഡിയായിരിക്കുന്നു. ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് നല്ല ടേസ്റ്റാണ് ചോറുണ്ണാൻ. അപ്പോൾ നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.